ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ കുറിച്ചൊരു കമ്പൈലേഷൻ ഉണ്ട്. അതിൻ്റെ പേര് ദ ലോസ്റ്റ് വേർഡ്സ് എന്നാണ്. അതിമനോഹരമായ ഒരു കമ്പൈലേഷൻ. അതിനകത്ത് വളരെ വിചിത്രമായ കാരണങ്ങളാൽ ഓരോരോ കാലത്ത് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള കഥയുണ്ട്. ഇവിടെ കേരള സർവകലാശാലയിലെ കുമാരനാശാൻ്റെ ദുരവസ്ഥ നിരോധിച്ചതിന് ശേഷം നമ്മളിപ്പോൾ നേരെ ഒരു 100 വർഷം മുമ്പോട്ട് വന്ന് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പുസ്തകം എങ്ങനെയെങ്കിലും, ഈ കൃതി എങ്ങനെയെങ്കിലും നിരോധിക്കണം എന്ന താല്പര്യം ആർക്കായിരുന്നു? അതിനു മുമ്പേ തുടങ്ങിയതല്ല. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? 8-9 മാസമായി. വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതജ്ഞൻ കേരളത്തിൽ സജീവമായതുപോലെ സംഘപരിവാറിന് ക്രിമികളി തുടങ്ങിയതാണ്. എത്ര സംഘപരിവാർ നേതാക്കൾ, സംഘപരിവാറിലെ എത്ര സംഘടനകൾ വേടനെതിരെ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തായിരുന്നു പ്രശ്നം? വേടൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വേടൻ ജാതീയത പറയുന്നു. കേരളം ജാതിയില്ലാത്ത നാടാണല്ലോ. അങ്ങനെ ജാതീയത പറഞ്ഞ കേരളത്തിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു സമൂഹത്തെ എല്ലാത്തിനും കൂടെ കെട്ടിപ്പിടിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വേടൻ അവർക്കൊരു പ്രശ്നമാണെന്നേ. വേടൻ പ്രശ്നമായത് ജാതിയിലെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടാണ്. വേടനായി ജനിച്ച മനുഷ്യൻ, അയാളുടെ പേര് തന്നെ അതിൻ്റെ ഒരു എപ്പിറ്റോമാണ്. ഓരോ ജാതിയിൽ ജനിച്ച മനുഷ്യൻ അത് എങ്ങനെയാണ് അത് അനുഭവിക്കുന്നതാണ് അയാളുടെ പാട്ടുകളിലൂടെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വേടൻ എന്ന ആളിന്, വേടൻ എന്ന ഒരു വലിയ ഒരു സംഗീതജ്ഞന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാവാൻ തടയാനാണ് ആദ്യം ശ്രമിച്ചത്. അത് 8 നിലയിൽ ചീറ്റിപ്പോയി.